രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിക്കുകയും അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ ചിത്രമടക്കം പുറത്തുവിടുകയും ചെയ്ത കേസിൽ രാഹുൽ ഈശ്വറിനെ ഇന്നലെയാണ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. റിമാൻഡിലായതിന് പിന്നാലെ രാഹുൽ ഈശ്വർ നിരാഹാര സമരത്തിലാണ് എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഇന്നലെ രാത്രി മുതൽ ഭക്ഷണം ഒഴിവാക്കിയിരിക്കുകയാണ് എന്നാണ് ജയിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ജയിൽ ചട്ടം ലംഘിച്ച് രാഹുൽ ഈശ്വർ നിരാഹാരം കിടക്കുന്നത് നിയമപ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇന്നലെയാണ് തിരുവനന്തപുരം ജില്ലാ കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. ഞായറാഴ്ച വൈകുന്നേരം എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് നിർദ്ദേശമുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. രാഹുൽ ഈശ്വറിന്റെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജയിലിൽ നിരാഹാര സമരം ഇരിക്കുമെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഇന്നലെ വൈകിട്ട് 6:30 തിരുവനന്തപുരം ജില്ലാ ജയിലിൽ എത്തിച്ച രാഹുൽ ഈശ്വർ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. ജില്ലാ ജയിലിലെ ബി ബ്ലോക്കിലാണ് രാഹുൽ ഈശ്വർ കഴിയുന്നത്. ഇന്നലെ രാത്രി ഭക്ഷണം ഒഴിവാക്കി വെള്ളം മാത്രമാണ് രാഹുൽ കുടിച്ചത്. ജ്യൂസ് കൊടുത്തപ്പോൾ രാഹുൽ കഴിച്ചില്ല എന്നും ഇപ്പോൾ അദ്ദേഹം നിരാഹാരത്തിൽ തന്നെയാണ് എന്നുമാണ് ഭാര്യ ദീപയും മാധ്യമങ്ങളോട് പറഞ്ഞത്. വെള്ളം കുടിക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഇല്ലെന്ന് ജയിൽ അധികൃതരും പറയുന്നു. രാഹുൽ ഈശ്വറെ സെൻട്രൽ ജയിലിലെ ഡോക്ടർ ജില്ലാ ജയിലിൽ എത്തി ഇന്ന് പരിശോധിക്കും. ആരോഗ്യനില വിലയിരുത്തിയാകും പിന്നീടുള്ള തീരുമാനം. എന്നാൽ രാഹുൽ ഈശ്വറിന്റെ ജയിലിലെ നിരാഹാരം കൃത്യമായ ജയിൽ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2010 കേരള ജയിൽ കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് നിയമം ജയിൽ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും 81 ഉപവകുപ്പ് 31, 32 വകുപ്പുകൾ പ്രകാരം ജയിലിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതോ നിരാഹാര സമരം നടത്തുന്നതോ ജയിൽ കുറ്റകൃത്യമാണ് എന്നാണ് ജയിൽ ചട്ടം വിവക്ഷിക്കുന്നത്. അതായത് വകുപ്പ് 81 ഉപവകുപ്പ് 31 പ്രകാരം ഉപവാസം പോലുള്ള മതപരമായ ആചാരങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയോ അതല്ലെങ്കിൽ വകുപ്പ് 32 പ്രകാരം ഏതെങ്കിലും നിയമം, നിർദ്ദേശങ്ങൾ മുതലായവയ്ക്കെതിരെ പ്രതിഷേധിച്ച് നിരാഹാര സമരം നടത്തുകയോ ചെയ്യുന്നത് ജയിൽ കുറ്റകൃത്യമാണ് എന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രവുമല്ല, ജയിലിൽ നിരാഹാരം നടത്തുന്ന തടവുകാരനെ കാണാൻ സന്ദർശകരെ അനുവദിക്കില്ല എന്നും നിയമം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ നിരാഹാര സമരം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം തുടരുകയാണ് എന്ന് ഭാര്യ ദീപ രാഹുലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം വാങ്ങി നൽകിയിരുന്നു. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നില്ല. കേസ് തന്നെ കള്ളക്കേസാണ്. ആദ്യം പറഞ്ഞത് ഇരയുടെ പേര് വെളിപ്പെടുത്തിയതാണ് എന്നായിരുന്നു. പിന്നീട് വകുപ്പുകളിൽ മാറ്റം വരുത്തി. അറസ്റ്റ് ആദ്യം നടക്കട്ടെ, ശേഷം കുറ്റം ചുമത്താമെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ സമീപനം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കേസിൽ ഇരകളില്ല എന്നും 2 വ്യക്തികളാണ് എന്നും ദീപ പറയുന്നു. അവർ കള്ളം പറയുന്നു. രാഹുൽ ഈശ്വർ മോശം വാക്കുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. MLA മുകേഷിനെതിരെയും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടില്ലേ എന്നുമാണ് ദീപ രാഹുൽ പ്രതികരിച്ചത്. നേരത്തെ രാഹുൽ ഈശ്വർ സമർപ്പിച്ച ജാമ്യഹർജി തള്ളിയാണ് കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത്. പരാതിക്കാരിയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചുവെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. രാഹുലിന്റെ വീഡിയോകൾ കോടതിയും പരിശോധിച്ചു. ഇതിനുശേഷമാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത്. യുവതിയുടെ ചിത്രവും മറ്റ് വിവരങ്ങളും സമൂഹമാധ്യമത്തിൽ രാഹുൽ പങ്കുവച്ചുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. രാഹുലിന്റെ ലാപ്ടോപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും കണ്ടെത്തിയതും ജാമ്യം നിഷേധിക്കാൻ കാരണമായി. പൗടിക്കോണത്തെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരുന്നു. രാഹുലിനെതിരെ മുൻപും പല കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കാനും ഒളിവിൽ പോകാനും സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് അനിവാര്യമാണ് എന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം ശരിവെച്ചുകൊണ്ടാണ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. അതേസമയം നോട്ടീസ് പോലും നൽകാതെ അറസ്റ്റ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണ് എന്നും യുവതിയുടെ ചിത്രം ഒരിടത്തും പങ്കുവച്ചിട്ടില്ല എന്നുമാണ് രാഹുലിന്റെ വാദം. സന്ദീപ് വാര്യർ അടക്കം ഉൾപ്പെട്ട കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. അതിജീവിതയായ യുവതിയെ അധിക്ഷേപിച്ചുവെന്നും തിരിച്ചറിയുന്ന തരത്തിൽ ഫോട്ടോയും പോസ്റ്റുകളും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു എന്നുമാണ് കേസ്. കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ, മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൻ, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവരും കേസിൽ പ്രതികളാണ്. 4ാം പ്രതിയായ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്ത പോലീസ് ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ അവഗണിക്കാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.